കള്ളക്കർക്കിടകം താണ്ടി സമ്പൽ സമൃദ്ധിയുടെ ചിങ്ങത്തിലേക്ക് നമ്മൾ കടക്കുകയാണിന്ന്. സമൃദ്ധിയുടെ പൂവിളിയുമായി ഇന്ന് അത്തം തുടങ്ങുകയാണ്. മലയാളത്തിന് ഇനി ഓണക്കാലമാണ്. അത്തം നഗറിൽ ഇന്ന് അത്തം പതാക ഉയർത്തുന്നതോടെയാണ് മലയാളിയുടെ പൊന്നോണക്കാലത്തിന് തുടക്കമാകുന്നത്. തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ രാവിലെ 9 മണിക്ക് അത്താഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിർവഹിക്കും. കൂടുതൽ വിശദാംശങ്ങളുമായി നവമിയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നവമി, ഇന്ന് അത്തമാണ്. തൃപ്പൂണിത്തുറ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്ന് അത്തച്ചമയ ഘോഷയാത്രകൾ ആരംഭിക്കുകയാണ്. എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? എന്തായാലും തൃപ്പൂണിത്തുറ അത്തച്ചമയത്തോടു കൂടിയാണ് നമ്മുടെ മലയാളികൾ, കേരളത്തിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ മലയാളികൾ എന്ന് തന്നെ പറയാം, ഔദ്യോഗികമായി ഓണ ആഘോഷത്തിന് തുടക്കമാകുന്നത് ഈ ഒരു ദിവസത്തോടു കൂടിയാണ്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. സജ്ജീകരണങ്ങളെല്ലാം അതിന്റെ അവസാന വട്ടത്തിലാണ്, ഒരുക്കങ്ങളെല്ലാം അതിന്റെ അവസാന വട്ടത്തിലാണ്. കൃത്യം 9 മണിക്ക് തന്നെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അത്ത നഗറിൽ ഔദ്യോഗികമായി ഈ അത്തച്ചമയത്തിന് ഉദ്ഘാടനം ചെയ്യും. അതോടുകൂടിയാണ് നമ്മൾ മലയാളികൾ ഇനി 10 ദിവസം, സാധാരണ അത്തം 10 പൊന്നോണം എന്നാണ്, പക്ഷെ ഇത്തവണ 11ാമത്തെ ദിവസമാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം കൂടി എക്സ്ട്രാ നമ്മൾ ഓണം ആഘോഷിക്കാൻ ലഭിക്കുന്നുണ്ട്. അങ്ങനെ ഇനി നമ്മുടെ സന്തോഷത്തിന്റെയും ആഘോഷത്തിന്റെയും ഓട്ടപ്പാച്ചിലിന്റെയും ഒക്കെ ദിനങ്ങൾ തന്നെയാണ്. അങ്ങനെ ഓണം ആഘോഷിക്കുവാനായി മലയാളികൾ തയ്യാറായി കഴിഞ്ഞു, ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ഇതിപ്പോൾ തെയ്യത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നതാണ് കലാകാരന്മാർ. എല്ലാ വർഷവും നമുക്കറിയാം, എല്ലാ വർഷവും അത്തച്ചമയത്തിന് ജില്ലയിലെ സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നിന്നും, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ജില്ലകളിൽ നിന്നും ഇവിടേക്ക് വരുന്ന കലാകാരന്മാരാണ്. അവർക്ക് ഇന്നത്തെ ഒരു ദിവസം അത് ഇവിടെ എത്തിയില്ലെങ്കിൽ ഈ ഓണത്തിന്റെ ഒരു പൂർണ്ണതയിൽ എത്തില്ല എന്നാണ് ഇവർ സ്വാഭാവികമായും ഒക്കെ നമ്മളോട് പറയുന്നത്. നമുക്ക് അവരോട് തന്നെ കൂടുതൽ വിശദാംശങ്ങളൊക്കെ ചോദിക്കാം. ചേട്ടാ, എവിടെന്നാ വരുന്നത്? ഞങ്ങള് ചെമ്പ് വൈക്കം. എല്ലാ വർഷവും ഇവിടെ സ്ഥിര സാന്നിധ്യം എല്ലാ വർഷവും. ഈ വർഷമാണ് ഞങ്ങളിപ്പോ ഇതിനു മുമ്പ് ഒരു 4 വർഷം മുമ്പാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ബാക്കി മൊത്തം ഞങ്ങൾ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ബോംബെ ഒക്കെയാണ് പ്രോഗ്രാംസ് ഈ സമയത്ത്. അപ്പൊ ഉറപ്പായിട്ട് ഇവിടെ മിസ് ചെയ്യുമായിരുന്നല്ലോ അല്ലെ അത്തച്ചമയം കാണും? ഇപ്പൊ ഞങ്ങളൊരു 4 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ വർഷം ഗണേശ ഫെസ്റ്റിവലിൽ സെപ്റ്റംബർ 15 മുതലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഈ അത്തച്ചമയത്തിന് പങ്കെടുക്കാൻ പറ്റിയത്. അതൊരു ഭാഗ്യമായി കാണുന്നു. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ടുള്ള ഇന്നാണ് നമുക്ക് ഔദ്യോഗികമായി ഓണത്തിന് തന്നെ ഒരു തുടക്കമാവുന്നത്? അതെ 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 അതെ. എന്തൊക്കെയാണ് ഇന്ന്? തെയ്യമാണ് അല്ലെ? തെയ്യമാണ്. വീരഭദ്ര തെയ്യം കലാസമിതി എന്ന് പറഞ്ഞ വൈക്കത്തുനിന്ന് വന്നൊരു സമിതിയാണ്. ഞങ്ങളുടെ കയ്യിൽ ഇന്ന് 10 വേഷമാണ് ഇവിടെ കളിക്കുന്നത്. ഒന്ന് വരാഹി ബോർഡും ഒന്ന് ആദിയോഗി. ഇത് വരാഹി എന്ന് പറഞ്ഞ പുതിയൊരു ബോർഡാണിത്. ഞങ്ങളുടെ ഈ സെറ്റ് ഇറങ്ങിയിരിക്കുന്നത്. നിങ്ങൾ എപ്പോ എത്തി ഇവിടെ? ഞങ്ങൾ ഇന്നലെ രാത്രി എത്തിയായിരുന്നു. കാര്യം ഇതെല്ലാം സെറ്റ് ചെയ്യണ്ടേ, അതിന്റെ പേരിൽ. അപ്പൊ മേക്കപ്പ് ഒക്കെ എപ്പോ സ്റ്റാർട്ട് ചെയ്തു? മേക്കപ്പ് ഒക്കെ വെളുപ്പിനെ 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. അതെ, ഇത് മേക്കപ്പ് മാനാണ് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ഞങ്ങളുടെ ആർട്ടിസ്റ്റുകളാണ്. ഞങ്ങളിവിടെ ഏകദേശം ഒരു 16 പേരോളം ഉണ്ട്. ഇവിടെ ഓരോരുത്തർ റെഡി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇത് കൃഷ്ണനാണോ? അതെ, കൃഷ്ണൻ. മൈൽപ്പീലി കണ്ടപ്പോ മനസ്സിലായി. കൃഷ്ണന്റെ പേരെന്താ? ആരോമലി. ആരോമൽ, ഇത് എത്ര വർഷമായി ഇത് വേഷം കെട്ടുന്നു? വേഷം ചെയ്യുന്നിട്ട് 2 വർഷം കഴിയും. ഇപ്പൊ ഈ പ്രോഗ്രാം ആദ്യമായിട്ട്. എങ്ങനെയാണ് അത്തച്ചമയത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ അല്ലെ? തൃപ്പൂണിത്തുറ കേട്ടിട്ടുണ്ട്. അപ്പൊ വരാനൊക്കെ ഒത്തിരി ആഗ്രഹമായിരുന്നു? ഉണ്ടായിരുന്നു. പരിപാടി വന്നപ്പോ തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ പേരും വന്ന് പിന്നെ ഇങ്ങോട്ട് പോന്നു. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? കുഴപ്പമില്ല, അടിപൊളി. അപ്പൊ ഇനിയും കൂടുതൽ വർണ്ണാഭമായ കാഴ്ചകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇത് ഇങ്ങനെ ഇരിക്കുകയാണോ, നടക്കാണ്? അല്ല, ഞാൻ ഇരിക്കുക ഇപ്പൊ ഇരിക്കുകയാണ്. അങ്ങോട്ട് നടക്കും. അപ്പൊ വെയിറ്റ് അല്ലേ? ഇത്ര നേരം നടക്കുക, കുറെ നേരം കഴിയുമ്പോ ബുദ്ധിമുട്ടുണ്ടാവും? 65 കിലോ ഉണ്ട്. കുറച്ചു നേരം കഴിയുമ്പോ വെയിറ്റ് ഒക്കെ കൊണ്ട് വേദനിക്കില്ലേ? അതിന് ഇതേപോലെ സ്റ്റൂൾ ഇട്ട് ഇച്ചിരി നേരം ഇരിക്കും, പിന്നെ നടക്കും. അങ്ങനെ ഇഷ്ടമാണ് ഇതിലേക്ക് വന്നത്? പിന്നെ അപ്പോ കൃഷ്ണന്റെ വേഷമാണ്. അങ്ങനെ തെയ്യത്തിന്റെ ഒരുക്കങ്ങളാണ്. പുലികളി നമ്മൾ ഒരിക്കലും മിസ്സാക്കില്ല. അത്തച്ചമയത്തിന് പുലികളി ഇല്ലാതെ എന്ത് ഓണം അല്ലെ? അപ്പോ പുലികളിക്ക് വേണ്ടിയിട്ടുള്ളവര് മറു സൈഡിൽ അവര് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വർഷവും വരുന്ന ടീമുകളുണ്ട്, പുതുതായി വരുന്നവരുണ്ട്. ഇത്തവണയും വിപുലമായിട്ടുള്ള ഏകദേശം 60ഓളം കേരളത്തിന്റെ തനത് കലാരൂപങ്ങളുണ്ട്. 1200-ലധികം കലാകാരന്മാരുണ്ട്. ഒപ്പം കുട്ടികളുമുണ്ട്. കുട്ടികളും ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ വിവിധ സന്ദേശങ്ങൾ നൽകുന്ന തരത്തിലുള്ള ഒരുക്കങ്ങളും അല്ലെങ്കിൽ ഓരോ ഇതുമായിരിക്കും. ചേട്ടാ,
എന്താ പേര്? സുരേന്ദ്രൻ. എവിടെയാ? തൃശ്ശൂരിൽ നിന്നാണോ? പുലിക്കളി എന്ന് പറഞ്ഞാൽ നമുക്ക് തൃശ്ശൂരാണ് അല്ലേ? തൃശ്ശൂരാണ് മെയിൻ പരിപാടി. എത്ര വർഷമായി വരുന്നുണ്ട്? ഒരു 10 വർഷത്തോളായി. ഇവിടെ എത്ര വർഷമായി? ഇവിടെ ആദ്യമായിട്ട് വരണം. ഇവിടെ ആദ്യമായിട്ട് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ തൃപ്പൂണിത്തുറ അത്തച്ചമയ? അടിപൊളിയല്ല, അടിപൊളിയാണ്. ഇവിടെ ഒരു ചേട്ടൻ പറയുന്നുണ്ട് അടിപൊളിയാണ്. ചേട്ടാ, 3 കൊല്ലായി പരിപാടി. ഇവിടെ 3 കൊല്ലായി. എങ്ങനെയുണ്ട് നമ്മുടെ തൃപ്പൂണിത്തുറ അത്തച്ചമയ? എങ്ങനെയാണ്? ഞങ്ങൾ പൊളിച്ചു കൊടുക്കും, തീർന്നു. നിങ്ങളിലൂടെയാണ് നമ്മൾ ഓണം ഔദ്യോഗികമായിട്ട് അങ്ങ് ആഘോഷിച്ച് തുടങ്ങുന്നത്. ഞങ്ങൾ 3 കൊല്ലായി ഇവിടെ വേഷം കുഴപ്പമില്ലാണ്ട് അടിച്ചുകൊണ്ട്. ഇത്തവണ എന്തെങ്കിലും പ്രത്യേകത വെറൈറ്റി പുലി ഉണ്ട്? കാണിക്കില്ല, കുറച്ച് കാണിക്കുള്ളൂ. സമയമാകുമ്പോ കാണിക്കാം. ചേട്ടാ, ഇവിടെ ഒരു ചേട്ടാ എന്താ പേര്? സതീഷ്. എത്ര വർഷമായി? ഞാൻ 2ാം ക്ലാസ്. വെറൈറ്റി പുലി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതാ ഇവിടെ അവര് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പെയിന്റ് അടിച്ച് അങ്ങനെ പുലിയെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മാത്രമല്ല, നിരവധി കലാരൂപങ്ങളുണ്ട്, ചെണ്ടമേളങ്ങളുണ്ട്. ഓരോ ഭാഗത്തു നിന്നായി ഓരോരുത്തർ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ അത്തനഗറിൽ നിന്നും ആരംഭിച്ച് വടക്കേക്കോട്ട വരെ ഏകദേശം 6 കിലോമീറ്റർ ഉണ്ട് ഈ അത്തച്ചമയ ഘോഷയാത്ര. പക്ഷേ ഈ 6 കിലോമീറ്റർ അവര് താണ്ടി വരുമ്പോഴേക്കും വൈകുന്നേരമാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 9 മണിക്ക് ഇവിടെ നിന്ന് ആരംഭിച്ച് തിരിച്ച് ഈ വടക്കേക്കോട്ടയിൽ വന്ന് പിന്നീട് ഇത് അവസാനിക്കുമ്പോൾ ഏകദേശം വൈകുന്നേരമാവും. 2 വീതികളിലും ഈ നഗരവീതികളിൽ 2 ഇടങ്ങളിലായി നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് തിങ്ങിക്കൂടി എത്തുക. അത്രയേറെ തൃപ്പൂണിത്തുറക്കാർക്ക് അല്ലെങ്കിൽ കേരളത്തിലുള്ളവർക്ക് വലിയ ആഘോഷമായി തന്നെയാണ് അത്തച്ചമയം ഓരോ വർഷവും കൊള്ളുന്നത്. ഇത്തവണയും അത് തന്നെയാണ്. അങ്ങനെ നമ്മൾ മലയാളികൾ ഔദ്യോഗികമായി മറ്റൊരു ഓണത്തിന് കൂടി വരവേൽക്കുകയാണ്. ഓണത്തിനെ കൂടി വരവേൽക്കുകയാണ്. അല്ല, വളരെ സന്തോഷത്തോടുകൂടി തന്നെയാണ് നമ്മൾ ഈ ദിവസങ്ങൾ, ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രത്യേകതയായിട്ടുള്ള ഒരു സന്തോഷത്തിന്റെ ദിവസങ്ങൾ തന്നെയാണ്. മറ്റ് ദുഃഖങ്ങളെല്ലാം മാറ്റിവെച്ച് ആ ഒരു ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഓരോ തയ്യാറെടുപ്പുകളും തന്നെയാണ് ഓരോ ദിവസവും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചേട്ടാ, തൃശ്ശൂരിൽ നിന്ന് തന്നെ? തൃശ്ശൂർ തന്നെയാണ്. പേര്? രഘുനാഥ്. എത്ര വർഷമായി? ഞാൻ 30 വർഷമായിട്ട് തൃശ്ശൂർ പുലിക്കളിയിലുണ്ട്. ഇവിടെ 6 വർഷമായി വരുന്നു. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് തൃശ്ശൂർ പുലിക്കളിയിൽ 1ാം സമ്മാനം അടിക്കുന്ന ടീമാണ് വിയൂർ യുവജന ടീം. യുവജനസംഘം. ആ ടീം തന്നെയാണ് ഇപ്പോൾ 4 വർഷമായിട്ട് അത്തച്ചമയത്തിലും വരുന്നത്. ഇത്തവണ ഫസ്റ്റ് ആയിട്ടേ പോകും? ഫസ്റ്റ് ആയിട്ടേ പോകുള്ളൂ. എത്ര പേരുണ്ട് നിങ്ങൾ? ഞങ്ങൾ 21 പുലിയുണ്ട്. ഇന്നലെ എത്തി? ഇന്നലെ ഇല്ല, രാത്രി 2 മണിക്ക് എത്തി. 4 മണിക്ക് തന്നെ വേഷടൽ തുടങ്ങി, പെയിന്റിങ് തുടങ്ങി. ഇതിപ്പോൾ 2 കോട്ടായിട്ടുള്ളൂ. ഇനിയും അതിൽ ഫിനിഷിംഗ് വർക്ക് വേറെ കിടക്കുന്നുണ്ട്. മഴ ഉണ്ടാവുമെന്ന് പേടിയുണ്ടോ? ഇല്ല, പേടിയില്ല. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ പല വർഷങ്ങളിലും രാവിലെ മഴ ഉണ്ടെങ്കിലും കൂടിയിട്ട് ഈ പരിപാടി തുടങ്ങുമ്പോൾ മഴ മാറി നിൽക്കാറുണ്ട്. കാരണം കേരളത്തിലത്തെ ഒരുവിധ എല്ലാ കലാകാരന്മാരും എത്തിച്ചേരുന്ന സമയം ഇതാണ്. അവരുടെയൊക്കെ മനസ്സിന്റെ ഒരു ഇതുണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ മഴയൊക്കെ മാറി നിൽക്കും. അപ്പൊ എന്തായാലും മഴ ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ ആവട്ടെ. കാരണം ഇവരൊക്കെ ഇത്രയും വേഷം കെട്ടി വരുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടി തന്നെ നമ്മൾക്കിതൊരു പരിസമാപ്തി ഉണ്ടാകണമല്ലോ. അങ്ങനെ മഴ ഉണ്ടാകില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള ഇത്തവണയും വളരെ വെറൈറ്റി ആയിട്ടുള്ള കലാരൂപങ്ങളും വർണ്ണാഭമായ കാഴ്ചകളും ഒക്കെ ഉണ്ടെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ചേട്ടാ, ഏതാണ്? ഞാൻ കേളി നടനം പട്ടാമ്പി, പാലക്കാട് നിന്ന് വരികയാണ്. പാലക്കാട് നിന്ന്. ഏത് കലാരൂപം? ഇത് കഥകളിയിലെ മിനുക്ക്. ഇപ്പൊ നിങ്ങൾ എത്ര പേരുണ്ട്? ഞങ്ങള് 5 വേഷമുണ്ട്. 5 വേഷമുണ്ട്. കൂടെ ഉള്ളവരാണോ അവിടെ നിൽക്കുന്നത്? എല്ലാരും റെഡി ആയിക്കൊണ്ടിരിക്കും. എത്ര വർഷമായി ഇവിടെ അത്തച്ചമയത്തിന്? ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്, ഫസ്റ്റത്തെയാണ്. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? അടിപൊളിയാണ്. ഇത്രയും വേഷങ്ങൾ ഒന്നിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. അതാണ് നമ്മുടെ അത്തച്ചമയത്തിന്റെ പ്രത്യേകതയും അല്ലെ. ഒരുപാട് കലാരൂപങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത്തച്ചമയം പറഞ്ഞപ്പോൾ. സാധാ ഞങ്ങളുടെ അവിടെയൊക്കെ ഒരു വേല പോലെ ആ ഒരു ഇതാണ് വിചാരിച്ചത്. പക്ഷെ ഇത്രയും വേഷങ്ങൾ ആദ്യമായിട്ടാണ് ഒന്നിച്ച് കാണുന്നത്. അവിടെയാണ് നിങ്ങളുടെ ബാക്കി ടീംസ് അവിടെയാണല്ലേ? ഓക്കെ, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഇവരുടെ ബാക്കി പാലക്കാട് നിന്നാണല്ലേ വരുന്നത്? പാലക്കാട് നിന്ന് വരുന്ന ഒരു കൂട്ടം കലാകാരന്മാരാണ്. അവര് ആദ്യമായിട്ട് വരുമ്പോൾ ഇത്രയേറെ കാഴ്ചകൾ ഒന്നിച്ചു കാണുന്നതിന്റെ ഒരു സന്തോഷം, കലാരൂപങ്ങൾ ഒന്നിക്കുന്നതിന്റെ സന്തോഷമുണ്ട്. നിങ്ങളെല്ലാം ചേട്ടൻ പറഞ്ഞു വിശേഷങ്ങളെല്ലാം. ഇത് കഥകളി തന്നെ. കരി കൃഷ്ണവേഷം.
നിങ്ങൾ എത്ര വർഷമായി ഇത് ഈ കലാരൂപം അവതരിപ്പിക്കാൻ തുടങ്ങിയിട്ട്? ഞങ്ങൾ 10-15 വർഷത്തോളമായി എല്ലാം പോയി അവതരിപ്പിക്കാറുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് ഇവിടെ അല്ലെ? നിങ്ങൾ ടീം ആദ്യമായിട്ടല്ലേ ഇവിടെ? എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? ഓ അടിപൊളി, സൂപ്പർ. ഇത്രയും വേഷങ്ങൾ ഒന്നിച്ച് കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പൊ ഇനി വരും വർഷങ്ങളിലൊക്കെ നിങ്ങൾ പ്രതീക്ഷിക്കാം. അങ്ങനെ വിവിധ കലാരൂപങ്ങൾ ആദ്യമായിട്ട് വരുന്നവർക്ക് ഇത് വലിയൊരു കാഴ്ച തന്നെയാണ്. എന്തായാലും തൃപ്പൂണിത്തറ അങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞു. തൃപ്പൂണിത്തറ അത്തച്ചമയത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ഇനി ബാക്കി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് നടൻ മനോജ് കെ ജയനാണ്. അങ്ങനെ വിവിധ കലാരൂപങ്ങൾ നമ്മുടെ നമ്മൾ മറന്നുപോയിരിക്കുന്ന വിവിധ കലാരൂപങ്ങളെല്ലാം ഒന്നിച്ചു കാണാൻ കഴിയുന്ന ഒരു ദിവസം കൂടിയാണ്. അതിനപ്പുറത്തേക്ക് മലയാളികൾ ഒന്നിച്ച് വീണ്ടും ഒരു ഓണം ആഘോഷിക്കുന്ന സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകൾ തന്നെയാണ് ഇനി വരാനിരിക്കുന്നത്. ശരി, നവമി ദിനേശാണ് അത്തച്ചമയത്തിന്റെ മനോഹരമായ കാഴ്ചകളുമൊക്കെ ആയിട്ട് അവിടെ നിന്ന് നമ്മളുമായി ചേർന്നത്.